മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഞാൻ ഇന്ന് ഒരു പുതിയ വിഷയം മാന്യ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുവാനാണ് ശ്രമിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് നിത്യോപയോഗ സാധനങ്ങളുടെയും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പാചകവാതകത്തിൻ്റെയും വില കുതിച്ചു വരികയാണ്. അത്തരം സന്ദർഭത്തിലാണ് ഒരു ഇരുട്ടടി എന്ന നിലയിലുള്ളൊരു പത്രവാർത്ത ഇന്ന് മാതൃഭൂമിയിൽ കാണാനില്ല. അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. പഴയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കാൻ 12 ഇരട്ടിയോളം ഫീസ് വർദ്ധിപ്പിച്ച കേന്ദ്ര തീരുമാനം സംസ്ഥാന സർക്കാർ അംഗീകരിച്ചു. 800 രൂപയ്ക്ക് പകരം 800 രൂപയായിരുന്ന ഫീസ് പഴയ വാഹനങ്ങൾ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് അത് 10,000 രൂപ ഈടാക്കാൻ സോഫ്റ്റ്വെയറിൽ ക്രമീകരണം ഏർപ്പെടുത്തി. ഉയർന്ന ഫീസ് എന്നത് കേന്ദ്ര തീരുമാനമാണെങ്കിലും നേട്ടം സംസ്ഥാന സർക്കാരിനാണ്. വർദ്ധിച്ച തുക സംസ്ഥാന സർക്കാരിന് ലഭിക്കും. കഴിഞ്ഞ ബഡ്ജറ്റിൽ സംസ്ഥാന സർക്കാർ പഴയ വാഹനങ്ങളുടെ നികുതി 50% കൂട്ടിയിരുന്നു. ഇതിനു പുറമെയാണ് ഇപ്പോഴത്തെ ഫീസ് വർധനയും. ഇതോടെ പഴയ കാറുകൾ അറ്റകുറ്റപ്പണി തീർത്ത് രജിസ്ട്രേഷൻ പുതുക്കാൻ വാഹന വിലയേക്കാൾ ചിലവിടേണ്ടി വരും എന്നതാണ് സവിശേഷത. ഫീസ് വർധന കാറുകളുടെ സെക്കൻഡ് ഹാൻഡ് വിപണിയെയും ബാധിച്ചു. പഴയ ജീപ്പുകൾ വ്യാപകമായി ഉപയോഗിക്കുന്ന മലയോര മേഖലയ്ക്ക് ഫീസ് വർധന കനത്ത പ്രകരമാണ്. ടാക്സി മേഖലയെയും ഫീസ് വർധന പ്രതികൂലമായി ബാധിക്കും. നിരക്ക് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ CIT രംഗത്തെത്തിയിട്ടുണ്ട്. അതോടൊപ്പം കേരളത്തിലെ ഓട്ടോമൊബൈൽ തൊഴിലാളികളെയും അതുമായി ബന്ധപ്പെട്ട സംഘടനകളെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വലിയ ഒരു സമരരംഗത്തേക്ക് വരണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എനിക്ക് നമ്മുടെ രാജ്യത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളോടും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും പറയുവാനുള്ളത്. അതോടൊപ്പം കോവിഡ് ലോക്ക്ഡൌണിന് ശേഷം വാഹന നികുതിയിലും ഫീസിലും സംസ്ഥാന സർക്കാർ ഇളവ് നൽകിയിരുന്നു. കേന്ദ്ര തീരുമാനമാണെങ്കിലും സംസ്ഥാന സർക്കാരിന് ഇടപെടാനാകും എന്നതാണ് ഒരു പ്രത്യേകത. മോട്ടോർ വാഹന നിയമലംഘനങ്ങൾക്കുള്ള പിഴ 1ാം പിണറായി സർക്കാർ കുറച്ചിരുന്നു. അത് കുറയ്ക്കേണ്ട കാര്യമില്ല. റോഡിൽ അനാവശ്യമായ രീതിയിലുള്ള ഡ്രൈവിങ്ങിനും ഒക്കെ ഉള്ള പിഴകൾ കുറയ്ക്കേണ്ട കാര്യമില്ല. കുറയ്ക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾക്കാണ്. ഇവിടെ നാം മനസ്സിലാക്കുന്നത് എന്താണ്? കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നത് പ്രതിവർഷം 2 കോടി തൊഴിലവസരങ്ങൾ രാജ്യത്ത് സൃഷ്ടിക്കും എന്നുള്ളതാണ്. അതിൽ കേരളത്തിലെ ഓട്ടോമൊബൈൽ തൊഴിലാളികളും ഉൾപ്പെടും. ഞാൻ ഈ ഒരു വീഡിയോ മുന്നിൽ അവതരിപ്പിക്കുന്നത് വാഹന ഉടമകൾക്കുണ്ടാകുന്ന മനോവിഷമം പോലെ തന്നെയാണ് രാജ്യത്തെ ഓട്ടോമൊബൈൽ റിപ്പയർ രംഗത്ത് പണിയെടുക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന തൊഴിലാളികളെയും ബാധിക്കുന്നു. ഇത്തരം ഫീസ് വർദ്ധിക്കുമ്പോൾ തീർച്ചയായും ഒരു പഴയ വാഹനം റിപ്പയർ ചെയ്യുവാൻ തയ്യാറാവില്ല. അതവർ പൊളിച്ചു വിൽക്കുവാനോ എന്തെങ്കിലും പൊളിച്ചു വിൽച്ചില്ലേ കഴിയും. അപ്പോൾ ഗവൺമെന്റ് ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ഇവിടുത്തെ സ്ക്രാപ്പുകാരെയും അതുപോലെ വാഹന നിർമ്മാതാക്കളായ വൻകിട കുത്തക മുതലാളിമാരെയും സംരക്ഷിക്കുന്നതിനുള്ള പുതിയ നയങ്ങളാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. അത് കേരള സർക്കാർ ഏറ്റുപിടിക്കുകയും ചെയ്യുകയാണ്. ഇത് പാവങ്ങളുടെ നട്ടല്ലൊടിക്കുകയാണ്. വാഹനം ഒരു പഴയ വാഹനം എന്നത് പാവപ്പെട്ട സാധാരണക്കാരായ കോടിക്കണക്കിന് ആളുകളുടെ സ്വപ്നമാണ്. അപ്പോൾ അവർക്കൊരു സ്വന്തമായി ഒരു പഴയ വാഹനം പോലും വാങ്ങുവാൻ കഴിയാത്തൊരവസ്ഥ. ലക്ഷക്കണക്കിന് വരുന്ന നേരത്തെ സൂചിപ്പിച്ച വർക്ക്ഷോപ്പ് തൊഴിലാളികളുടെ അവരുടെ തൊഴിൽ നഷ്ടപ്പെടാൻ പോവുകയാണ്. ഒരു പരിധിവരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാരണം 15 വർഷം കഴിഞ്ഞ് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ പൊളിക്കുവാനുള്ള നയവും സർക്കാർ നടപ്പിലാക്കി കഴിഞ്ഞു. പ്രത്യേകിച്ച് ഗവൺമെന്റ് വാഹനങ്ങൾ. സർക്കാർ വാഹനങ്ങളെല്ലാം ഇലക്ട്രിക്കലാക്കണമെന്നുള്ളതാണ് നയം. രാജ്യത്ത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഏകദേശം 1-2% ഇലക്ട്രിക് വാഹനങ്ങളായി. മലിനീകരണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ചില പരിഷ്കാരങ്ങളാണ്. അതിനൊന്നും നമ്മൾ എതിരല്ല. പക്ഷേ രാജ്യത്തെ തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള നിയമങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. അതാണ് എനിക്ക് ഈ ഓണക്കാലത്ത് മാന്യ പ്രേക്ഷകരോടും ഗവൺമെന്റിനോടും പറയാനുള്ളത്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ പഹൽഗാമിലെ ഉണ്ടായ സംഭവം അതിനെ പ്രതിരോധിച്ചത് മണിക്കൂറുകൾക്കകം തന്നെ പാകിസ്ഥാന്റെ നട്ടലിനെ തന്നെ ഏറ്റ ഒരു അടിയാണ് നമ്മുടെ ഇന്ത്യൻ പട്ടാളം കൊടുത്തത്, ഇന്ത്യൻ സർക്കാർ. ഓക്കെ, അതൊക്കെ ശരിയാണ്. പക്ഷെ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കേണ്ടതും അവരെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതും ഗവൺമെന്റിന്റെ ബാധ്യതകളാണ്. മാറി മാറി വരുന്ന ഏതൊരു ഗവൺമെന്റായാലും. ഞാൻ ഒരു ഗവൺമെന്റിനെ മാത്രമല്ല പറയുന്നത്. അപ്പോൾ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുക. ആയുധങ്ങൾ നമ്മുടെ രാജ്യത്തിന് ആവശ്യമാണ്. പ്രതിരോധിക്കാൻ ആയുധങ്ങൾ ആവശ്യമാണില്ല എന്നുള്ളതല്ല. ശത്രുരാജ്യങ്ങൾക്ക് നിന്ന് വരുന്ന ഭീഷണികളെ നേരിടണമെങ്കിൽ അത്തരത്തിലുള്ള ആധുനിക ആയുധങ്ങൾ നമുക്ക് വേണം. അതോടൊപ്പം രാജ്യത്തെ പാവപ്പെട്ട തൊഴിലാളികളെയും ജനവിഭാഗങ്ങളെയും അവരെ സംരക്ഷിക്കുവാനുള്ള നയങ്ങൾ കൂടി ഗവൺമെന്റ് കൊണ്ടുവരണ്ടേ? അപ്പോൾ അതിന് ഗവൺമെന്റ് അധികാരികൾ അത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി അടുത്ത് നമുക്ക് കാണാം. ഈ എല്ലാവിധ നമ്മുടെ പ്രേക്ഷകർക്കും കേരള മലയാളികൾക്കും എല്ലാവിധ ഓണാശംസകളോടെ നേർന്നുകൊണ്ട് നിർത്തുന്നു.